salt and pepper. Bum 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 bum. ഹായ് നമസ്കാരം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിലേക്ക് സ്വാഗതം. ഓക്കെ, പൈസ കൊടുത്തോട്ടെ. പൈസ വേണ്ടേ? അപ്പോൾ പൈസ വേണ്ടല്ലോ അല്ലേ? ചുമ്മാ പറഞ്ഞേട്ടാണ്, എൻ്റെ കൂട്ടുകാരനാണ് ശ്രീജിത്ത്. ശ്രീജിത്തെ, അപ്പോൾ താങ്ക് യു. ശ്രീജിത്തിന് ഒരുപാട് ഓട്ടം ഉണ്ട്. ശ്രീജിത്ത് അങ്ങ് പൊക്കോട്ടല്ലേ, പാവം, എനിക്ക് വേണ്ടിയിട്ട് സഹകരിച്ചത്. താങ്ക് യു. അപ്പോൾ ഈ എത്തിയിരിക്കുന്ന സ്ഥലം ഇത് മയിലോട്ട് മൂഴിയല്ലേ? മയിലോട്ട് മൂഴി എന്ന സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാട്ടാക്കട, കള്ളിക്കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കള്ളിക്കാട് ഡാം, അതിൻ്റെ അടുത്താണ് മയിലോട്ട് മൂഴി എന്ന സ്ഥലം. ഇനി ഞാൻ ഒരു ബോർഡ് കാണിച്ചു തരാം. വരും, ഇതാ കാന്താരി ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടേക്കാണ് ഇന്നത്തെ രുചി തേടിയുള്ള യാത്ര. സകല അറബിക്ക് തൊട്ട് ചൈനീസ് എല്ലാവിധ ഡിഷസും കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരുപാട് നാടൻ വിഭവങ്ങളും ഉണ്ട്. ഈ കാന്താരി ഇട്ട ചിക്കൻ, കാന്താരി ഇട്ട ബീഫ്, അങ്ങനെയൊക്കെ. സാധാരണ നമ്മൾ കാന്താരി ഇട്ട ചിക്കനൊക്കെ അല്ലേ ഉള്ളൂ, ഇവിടെ കാന്താരി ഇട്ട ബീഫ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു ചെറിയൊരു വിഭവം തേടിയാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര. നമസ്കാരം. അമ്മയാണോ ഇന്ന് കൗണ്ടറില്ലേ? ഞാനാണ് ഇരിക്കുന്നത്. ഓക്കെ, അമ്മയുടെ പേര്? വിലാസിനി. ഇതാണ് വിലാസിനി ആന്റി. അപ്പൊ ആന്റിയാണ് ഇതിന്റെ ഓണർ. ആന്റിയുടെ മകനാണ് ശരിക്കും നടത്തുന്നത് അല്ലേ? മകനാണ്. മകന്റെ പേര് രാജേഷ്. ഇന്ന് ഇവിടെ എവിടെ പോയി? പുള്ളിക്കാരനല്ലേ ഇവിടെ? അവ ഇന്ന് ബേക്കറി. ബേക്കറി ഒരുപാട് സ്ഥാപനങ്ങളുണ്ടോ? അടിപൊളി, ഇത് കൊള്ളാം. കാന്താരിയില് അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു കൊച്ചു നഗരമാണ്. ഇവിടെ ഇത്രയും മറ്റ് ഇത്തരത്തിലുള്ള ഒരു ഹോട്ടലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയായിരുന്നു ഇത്രയ്ക്ക് മനോഹരമായിരുന്നു ഹോട്ടൽ ഈ ഒരു ഗ്രാമത്തിൽ ഉടലെടുത്തത്? ഇവിടെ അങ്ങനെ മോശമായിട്ട് കിടന്ന ഈ സ്ഥലം ഇവിടെ ഹോട്ടൽ വന്ന് ശരിക്കും നല്ലതായി. ഇവിടെ പിന്നെ ഇവിടെ നല്ലൊരു സിറ്റി പോലെ ഇപ്പോഴും. ഇപ്പൊ നല്ല ട്രാഫിക്കും തിരക്കും, എപ്പോഴും വാഹനവും ബസ്സും ഒക്കെ ആയി. ഇത് പണ്ടുതൊട്ടേ ആയി, എന്നാലും ഇപ്പോഴാണ് നല്ല ഇതായത്. അതുമല്ല, ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള നല്ല എന്താണ് കുറച്ചുകൂടെ ഫെസിലിറ്റി ഉള്ള ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും ഒക്കെ വരുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഈ കാന്താരി എന്നുള്ള പേരില് ഇവിടെ ഈ കാന്താരിയുമായിട്ട് എന്താണ് ബന്ധം? കാന്താരി കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ചമ്മന്തി ഉണ്ട്, കറിയിലിടും, കറി ഉണ്ടാക്കും, പിന്നെ സ്പെഷ്യൽ ഇറച്ചി ഉണ്ടാക്കും. എങ്കിലും ഭയങ്കര കാന്താരി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാമീണമായ പേരാണ്. ആ പേര് തന്നെ കൊടുത്തത് വലിയ നന്നായി ഭക്ഷണത്തിന്റെ ഈ ഒരു സ്ഥാപനത്തിന്. പിന്നെ ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളാ ഉള്ളത്? എന്തൊക്കെയാ ഉള്ളത്? രാവിലെ 6 മണിക്ക് ദോശ, ഇടിയപ്പം, ആപ്പം, പിന്നെ ബെറോട്ട. രാവിലെ തന്നെ പൊറോട്ടയുണ്ട്? ബെറോട്ട രാവിലെ അതെല്ലാം ഉണ്ട്. പിന്നെ ചമ്മന്തി, ഇറച്ചി. ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ്? ബീഫാണോ? ബീഫ്, മട്ടൻ, ചിക്കൻ, പോത്ത് എല്ലാം. ഉച്ചയ്ക്ക് എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് ഊണ്, ബിരിയാണി, എത്ര മണി വരെ? ചോറ്. 2 മണി വരെ, 2-3 മണി. എത്ര മണിക്ക് അടയ്ക്കണേ? നമ്മള് 10 മണിയാണ്. 10 മണിക്ക്. അപ്പൊ വൈകുന്നേരം രാത്രി എന്തൊക്കെയാ ഉള്ളത്? രാത്രി ചപ്പാത്തി, പൂരി, ചൂടായിട്ട് എല്ലാം, ദോശ എല്ലാം കാണും. ദോശ, ചപ്പാത്തി, ഇടിയപ്പം. അപ്പോഴേ രാവിലെ തൊട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി 10 മണിക്ക് ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ഭക്ഷണത്തിന് വേണ്ടി. അതുമല്ല, വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പൊറോട്ടയൊക്കെ എത്തണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ എന്തുമാത്രം അധ്വാനശീലരായിരിക്കും. ഇത്തിരി കട്ടിക്കൊക്കെ കഴിച്ചിട്ട് അല്ലേ ഒക്കെ എല്ലാവരും നല്ല അധ്വാനശീലരും ഒക്കെ ആയിട്ടുള്ള നന്നായിട്ട് പാഴ്സലും പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷമേ ഞങ്ങൾ. അപ്പൊ ഇവിടുത്തെ ഷെഫിനെ തൽക്കാലം ഞാൻ കുറച്ചു നേരത്തേക്ക് ഈ തിരക്കിന്റെ ഇടയിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ കുഴപ്പമുണ്ടോ? ആദ്യമായിട്ട് സ്ഥിരം ഞാൻ എവിടെ പോയാലും ഞാൻ ചോദിക്കും, ഷെഫിനെ കുറച്ചു നേരത്തേക്ക് ഞാൻ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല ചേട്ടാ, കൊണ്ടുപോയിക്കോളൂ. ആദ്യമായിട്ട് നിഷ്കളങ്കമായിട്ട് ഹൃദയത്തിൽ നിന്നൊരു മറുപടി വന്ന്, ഇല്ല കുഴപ്പമുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് ഇപ്പൊ വരാം. ഞാൻ അടിച്ചു മാറ്റും, വിട്ടുരാ. അപ്പോഴേ ഇതിനിടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഈ സമയം കൊണ്ടാണ് എൻ്റെ ചില കളികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിൽ ചെറിയൊരു ബ്രേക്ക്. ഞാൻ നടക്കട്ടെ.
മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാനോ ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ നമ്മൾ കാന്താരി ഫാമിലി റെസ്റ്റോറന്റിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ശരിക്കുള്ള ഇന്നത്തെ മനോഹരമായ മറ്റൊരു ഭക്ഷണ വിശേഷത്തിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഷെഫ്. പേര് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ്. യൂനുസ്. മുഹമ്മദ് യൂനുസ്. എവിടെയാ നാട്? ജാർഖണ്ഡ്. ജാർഖണ്ഡ്. അടിപൊളി. അപ്പോൾ എന്താ മുഹമ്മദ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ നമുക്കറിയാം, ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ. പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്കറിയാം ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ യുവാക്കൾക്കൊക്കെ ഒരുപാട് പ്രിയങ്കരമായ ഒരു സ്നാക്സ് കൂടെയാണ് ഡ്രാഗൺ ചിക്കൻ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മൾ കൊതിയോടുകൂടി കഴിച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ഓക്കെ, എന്താണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ചിക്കൻ വേണം. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള ചില്ലി ബീഫ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതുപോലെയാണ് ചിക്കൻ കട്ട് ചെയ്യേണ്ടത്. ജിഞ്ചർ ഗാർലിക് ഉണ്ട്, പഞ്ചസാര, വൈറ്റ് പെപ്പർ, ചില്ലി, ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, പാം ഓയിൽ, കോൺഫ്ലവർ, മൈദ, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചില്ലി ഉണ്ട്, സവാള, മുട്ട. അപ്പൊ ഇത്രയും സംഭവങ്ങൾ വേണം അല്ലേ ഇന്നുണ്ടാക്കാൻ. എന്നാൽ പിന്നെ നമുക്കിനി അങ്ങ് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നത്? ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. ആക്ച്വലി ഇതൊരു ചൈനീസ് സ്റ്റൈലാണ് അല്ലേ? ഈ ഡ്രാഗൺ, ചൈനീസ് ഡ്രാഗണിന്റെ ഒക്കെ പേര് പോലെ ഒരു ഡ്രാഗൺ ഷേപ്പും ഉണ്ടാവും നമ്മുടെ ഈ ചിക്കൻ. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് കത്തിക്കണം. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പേടിക്കാതെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് മലയാളം നല്ല വശമല്ല, എനിക്കാണെങ്കിൽ ഹിന്ദിയും വലിയ വശമില്ല. അങ്ങനെ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടെയാണ്. പക്ഷെ ഇവരെ സമ്മതിക്കണം അല്ലേ? ഇവര് നമ്മളെ മലയാളികൾ ഭയങ്കര അഹങ്കരിച്ച് കിടക്കുന്ന മലയാളികൾക്കിടയിലൊക്കെ എത്തിയിട്ട് ബൗൾ ഒരു ഭാഷയൊക്കെ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം നമ്മുടെ മലയാളികളുടെ മനസ്സ് അറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ഇപ്പോൾ ഒരു മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചു, ഒരു ബൗളിൽ പാം ഓയിൽ എന്താണ് ഇത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചിക്കൻ എത്ര ഗ്രാം ഉണ്ട്? 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം മുട്ട ഫുൾ എഗ് വൈറ്റും അതിൻ്റെ ഉണ്ണിയും ചേർത്ത് ഇട്ടതിന് ശേഷം മൈദ ഇടുകയാണ്. ക്ഷമിക്കണം, കോൺഫ്ലവർ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൈദ എന്ന് ചോദിച്ചെന്തിനാ? ഞാൻ എടുത്തു തന്നത് കോൺഫ്ലവർ ആയിപ്പോ അല്ലേ? പിന്നെ മൈദ, കോൺഫ്ലവർ ഒരു 3-4 സ്പൂൺ ഇട്ട് കേട്ടോ. അതിലേക്ക് അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മൈദ, ഉപ്പ്, ആവശ്യത്തിന് ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, നമ്മൾ മലയാളത്തിൽ കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. സോയ സോസ്, ആദ്യം സോയാ സോസ്, ചില്ലി സോസ്, വാട്ടർ, സോയാ സോസും ചില്ലി സോസും ഓരോ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് ആ ഒരു മിശ്രിതത്തിലേക്ക്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടില്ല, ശകലം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ മുളകിൻ്റെ കളറാണ് ഇപ്പോൾ കാണാൻ പറ്റും. ചിക്കൻ അതിലേക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഈ ഉണ്ടാക്കിയ മിശ്രിതത്തിലേക്ക് അതിൻ്റെ ഒരു ശരിക്കും ഇതാണ് അതിൻ്റെ ഒരു മസാല. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് എപ്പോഴാണ് ചേർക്കണം? ടൊമാറ്റോ സോസ് അടിച്ച സമയം ഇനിയുണ്ട് അല്ലേ? ഞാൻ ചാടി കയറി തോക്കിനകത്ത് കയറി വെടിവെക്കണ്ട എന്ന് പറയുന്നത് അവർക്ക് അത് അറിയാം, അതുകൊണ്ട് ഭാഗ്യം. പാം ഓയിൽ നന്നായിട്ട് തിളച്ചു, അതിലേക്കിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ആ എണ്ണയുടെ ഒരു അത്ഭുതം നോക്കിയേ, വെറുതെ തിളച്ചുകൊണ്ടിരുന്നപ്പോൾ ആ എണ്ണയിൽ ഭയങ്കര സൗണ്ടായിരുന്നു. ഇത്രയും മസാലയൊക്കെ ആയിട്ട് ആ ചിക്കൻ അതിനകത്തോടരുത് ഒരു സൗണ്ടും അത് കേൾപ്പിക്കുന്നില്ല. പിന്നെ ഓരോ ചിക്കനും നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് ഇടുന്നത്. ഒന്നും തമ്മിൽ മിക്സ് ആകാതെ
സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചിക്കൻ ആ എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോന്നും സിംഗിൾ പീസായിട്ട് ഒട്ടിച്ചേരാതെ അല്ലെങ്കിൽ കുഴഞ്ഞു മറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഇത് നമ്മളെ വാഴയ്ക്കപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലാഘവത്തോടു കൂടി അതുപോലെ തോന്നുന്നുണ്ട്. ഒരു മണവും അതാണ്. ഇത് എത്ര സമയം ഈ എണ്ണയിൽ കുക്ക് ചെയ്യണം? 2 മിനിറ്റ്. 2 മിനിറ്റ്. എന്താ കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവും? അപ്പം നമുക്ക് കാണാം ഏകദേശം ഒരു കളർ മാറി വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗണിലേക്ക് അത് മാറി തുടങ്ങി. നമ്മുടെ ഈ ഉണ്ടാക്കിയ ഒരു ഗ്രേവി ഉണ്ടാക്കിയ ഒരു സോസ് അതിൻ്റെ ചുറ്റും നന്നായിട്ട് കോട്ടായിട്ട് ആ ചിക്കൻ്റെ ചെറിയ പീസുകളാണെങ്കിൽ പോലും ആ ചിക്കൻ ഇപ്പോൾ നല്ലൊരു ഫാറ്റി ലുക്ക് ഫീൽ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു സോസാണത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് എണ്ണയെല്ലാം ഒന്ന് വാർത്തെടുക്കുകയാണ്. ഇതിനടുത്തൊരു ഫ്ലവർ മില്ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലവർ മില്ല് ഇങ്ങനെ വർക്കിംഗ് തുടങ്ങി. അവിടെ നിന്ന് ഒരു സൗണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈ കഴിഞ്ഞു. ഇനി അടുത്ത പാനിന് അദ്ദേഹം തീ കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്തോ ഓയിലാണ് ഒഴിച്ചത്? പാം ഓയിൽ. വീണ്ടും പാം ഓയിൽ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി. ഓക്കെ, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി സവാള എല്ലാം എടുത്ത്. ദെൻ സവാള ഇട്ടിട്ട് ക്യാപ്സിക്കം, ചില്ലി, ക്യാരറ്റ് ശകലമൊക്കെ. ഡ്രാഗൺ ചിക്കൻ കാണുമ്പോൾ പലർക്കും പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ടാവും. ചില പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചില കൊച്ചുകുട്ടികൾ ഇപ്പോൾ ഇരുന്ന് ചിരിച്ച അച്ഛൻ്റെ അടുത്തൊക്കെ കുട്ടികൾ എന്താ അച്ഛാ ചിരിച്ചത്, ആ അങ്കിൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട എന്തിനാ ചിരിച്ചതെന്ന്. ഉള്ളി ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്ന ഒരു ലെവലിലേക്ക് കളർ വലുതായിട്ട് ചേഞ്ച് ആക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. ശകലവും കുറച്ചുകൂടെ ഓയിൽ ചേർക്കും. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തു. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അല്ല, ഈ പരിപാടി അറിയാവുന്നവർ എങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ കോരി മറിക്കൽ. പക്ഷെ ഇതിൻ്റെ ആലോചിക്കേണ്ടത് ഇതിൻ്റെ സവാള, പിന്നെ അതുപോലെ ക്യാപ്സിക്കം ഒന്നും ഭയങ്കരമായിട്ട് ഈ കുഴഞ്ഞ് മറിഞ്ഞില്ല. അല്ലാതെ തന്നെ അതിനെ ഒരു ഹെൽത്തി ആയിട്ട് നിലനിർത്തിക്കൊണ്ടാണ് അത് ഇതിൻ്റെ പോക്ക്. ഇത് ഭയങ്കര ഹെൽത്തി ഫുഡുമാണ്. നമ്മൾ എന്ത് വെജിറ്റബിൾസ് ആയിരുന്നാലും അതിനെ ഒരുപാടിട്ട് അങ്ങ് വേവിച്ചില്ലാണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈറ്റമിൻസും അല്ലെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചില്ലി പൗഡർ ഇതാണ് അതിൻ്റെ കറക്റ്റ് വേ. ടു സ്പൂൺ ചെറിയ 2 സ്പൂൺ ചില്ലി പൗഡർ. വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കൂട്ടത്തിൽ ബ്ലാക്ക് പെപ്പറും, ഷുഗർ, ഓക്കെ, പഞ്ചസാര ചേർക്കുകയാണ്. ഒരു 1/4 സ്പൂൺ സോസ്, ടൊമാറ്റോ സോസ്, നമ്മുടെ കണക്കിന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് ടൊമാറ്റോ സോസിൻ്റെ അത്രയും അളവ് ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു പകുതി. സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ. അപ്പൊ ഇങ്ങനെയാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതല്ലേ? ആ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ? അങ്ങനെയല്ലേ വിചാരിച്ചത്? റെഡി?
സിമ്പിൾ ആയിട്ടാണല്ലേ അദ്ദേഹം അത് ഉണ്ടാക്കിയെടുത്തത്. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. വളരെ എളുപ്പത്തിൽ അത് തയ്യാറാക്കി. ആദ്യം ജസ്റ്റ് നമ്മൾ സോസ് തയ്യാറാക്കി അതിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഈ ചില്ലി ബീഫ് കട്ട് ചെയ്യുന്ന ഷേപ്പിൽ ബോൺലെസ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ആ ഗ്രേവിയിൽ ആ ഉണ്ടാക്കിയ സോസിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. ദെൻ നമ്മൾ ഈ കണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ, ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ ഉചിതമാണ്. അല്ലാണ്ട് ഒരു സ്റ്റാർട്ടർ പോലെ വെറുതെ ഇരുന്ന് കുറയ്ക്കാനും എങ്ങനെ വേണമെങ്കിലും പുരുഷന്മാർക്ക് അങ്ങനെയും ഒക്കെ പറ്റിയ ഒരു ഗംഭീര 5 സ്റ്റാർ ഡിഷാണല്ലേ ആക്ച്വലി ഇതൊരു. ഇത്രയേ ഉള്ളൂ അല്ലേ ഇതിൻ്റെ ഒരു മേക്കിംഗ്? Garnishing. ഗാർണിഷിംഗ്. ഓക്കെ. എത്ര മനോഹരമായത്, ഭംഗിയായിട്ട് എൻ്റെ കയ്യിൽ. അതോ അതിൻ്റെ മണം അടിച്ചിട്ട് ഒരു കൊതിപ്പിക്കുന്ന മണം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇത് കാത്തു നിൽക്കാൻ പോലും വയ്യ. എന്നാലും നിങ്ങളൊന്ന് കണ്ടോളൂ. നമ്മുടെ കാന്താരി ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഒരു സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കൻ. ഇങ്ങനെ തന്നെയാണ് ഡ്രാഗൺ ചിക്കൻ ആക്ച്വലി വേൾഡിൽ എവിടെ പോയാലും ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു രീതിയും സ്റ്റൈലും. ഒന്ന് കണ്ടോളൂ. യെസ്, അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഇതിൻ്റെ ഒരു രുചി എനിക്ക് കാണാപ്പാടമാണ്. അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ രുചി. വാ, ഗംഭീരം. ആ സോസിൻ്റെ ഒരു എന്താണ് ഒരു ചൈനീസ് ടേസ്റ്റ്, പിന്നെ ആ പെപ്പർ ചേർത്തതിൻ്റെ ഒരു സുഖമുള്ള എരി. ഇങ്ങനെ ഇരിക്കണം ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ. അടിപൊളി. അപ്പോൾ എങ്ങനെയാ ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടോളൂ. ഒരു റീക്യാപ്പ്. അപ്പോൾ നല്ല മനോഹരമായ രുചിയുള്ള ഒരു നല്ല ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ പറഞ്ഞതിന് മുഹമ്മദ് വലിയ സന്തോഷം, നന്ദി. അപ്പോൾ ഇനിയും താങ്കളുടെ കൈപുണ്യം മലയാളക്കരയാകെ വ്യാപിക്കട്ടെ അല്ലേ. ഇവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്കാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ ഹാർഡ് വർക്കിനിടയിൽ നമുക്കുള്ളൊരു ആശ്വാസം. അപ്പോൾ തൽക്കാലം മയിലോട്ടുകുഴി കാന്താരി റെസ്റ്റോറൻറ്റിൽ നമ്മുടെ സ്വന്തം കാന്താരിയുമായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ഭക്ഷണ വിശേഷത്തിന്റെ കഥ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നാടിന്റെ കഥയും മറ്റൊരു രുചിയുടെ കഥയുമായിട്ട് വീണ്ടും കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ. തൽക്കാലം ടാറ്റ. Okay, bye, Helen.